ഇത്രയും ദൈവങ്ങളും ഇത്രയും പ്രാർത്ഥനകളും ഇത്രയും പള്ളിയും ആരാധനാലയങ്ങളും വളരുമ്പോൾ ഇന്ത്യയിൽ 7,18,000 അമ്പലങ്ങളുണ്ട്. അറിയാമോ? ഇന്ത്യയിൽ 7,18,000 അമ്പലങ്ങളുണ്ട്. മുസ്ലിം പള്ളികൾ 1,89,000 മുസ്ലിം പള്ളികളുണ്ട് ഇന്ത്യയിൽ. 1,89,000. ചർച്ചുകൾ 27,000 ചർച്ചുകളുണ്ട് ഇന്ത്യയിൽ. 27,000. ബാക്കി ചാപ്പൽ മറ്റുള്ളതൊന്നും കൂട്ടിയില്ല. സറാമ്പീൻ്റെ കണക്കൊന്നുമല്ല, വെറും ശരിയായ മോസ്ക്. ഇത്രയും ആരാധനാലയങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് ഇത്രയും വിദ്വേഷം വളരുന്നു? വിദ്വേഷം വളരുന്നോ തളരുന്നോ? നമ്മുടെ നാട്ടിൽ വെറുപ്പ് വളരുന്നോ തളരുന്നോ? ദൈവത്തെപ്പറ്റി പറയുന്ന, ദൈവത്തെപ്പറ്റി അവകാശപ്പെടുന്നവരെല്ലാം പറയുന്നത് ദൈവം സ്നേഹമുണ്ടാക്കാനും ധാർമ്മികതയുണ്ടാക്കാനും സത്യബോധം വളർത്താനും നന്മയുണ്ടാക്കാനും ഒക്കെയാണ്. ശിവം, സത്യം അന്വേഷിക്കുക, നന്മ ചെയ്യുക, ശിവം ചെയ്യുക, സൗന്ദര്യബോധം ഉണ്ടാക്കുക. അതാണല്ലോ സത്യം, ശിവം, സുന്ദരം എന്ന നമ്മുടെ ഭാരതത്തിലെ ദൈവവിശ്വാസത്തിൻ്റെ 3 അടിത്തറകൾ. ഈ അടിത്തറ ഇപ്പാർക്കും വേണ്ട. അസ്ഥിവാരം ഇല്ലാതെ തറകെട്ടി ചുമര് വെച്ച് മേൽക്കൂര ഉണ്ടാക്കി അമ്പലം പോലെയാണ് ഇപ്പോൾ മതവിശ്വാസം. അസ്ഥിവാരം ഇല്ലാതെ നിൽക്കില്ലല്ലോ അത്. അതുപോലെയാണ് ഒരമ്പലത്തിലും ദാർശനിക ചർച്ചകളില്ല, ഒരമ്പലത്തിലും ഗൗരവതരമായി ഒന്നും ചിന്തിക്കുന്നില്ല. രാമായണമാ. ഞാൻ കഴിഞ്ഞ 2-3 മാസം മുമ്പ് കുവൈറ്റിലൊരു പരിപാടിക്ക് ഒരു ശ്രീനാരായണ ദർശനങ്ങളെ പറ്റിയുള്ള ഒരു സെമിനാറിൽ പ്രസംഗിക്കാൻ പോയി കുവൈറ്റിൽ. അവിടുന്ന് ഒരു കാനഡക്കാരനെ പരിചയപ്പെട്ടു. കാനഡക്കാരൻ പറഞ്ഞു, ഞാൻ കേരളത്തിലാന്ന് പറഞ്ഞപ്പോൾ ദി ലാൻഡ് ഓഫ് കഥകളി. അദ്ദേഹം കഥകളി കാണാൻ വേണ്ടി എല്ലാ കൊല്ലവും 5 ലക്ഷം ഉറുപ്പിയും ചിലവാക്കി എല്ലാവരും കൊല്ലം ഇവിടെ വരും കഥകളി കാണാൻ. അത്ര ഇഷ്ടമായേക്ക് കഥകളിയെ. രണ്ടാമത്തെ കാര്യം, വായനയ്ക്ക് വേണ്ടി 1 മാസം നീക്കി വെച്ചവരല്ലേ നിങ്ങൾ? അദ്ദേഹം പറയാ, വായനയ്ക്ക് വേണ്ടി 1 മാസം. ഞാൻ അത്ഭുതപ്പെട്ടു. അതിപ്പോൾ നമ്മളറിയില്ലല്ലോ. ഇപ്പം ഞാൻ ഒരുപാട് കാലം ലൈബ്രറി കൗൺസിൽ, പിന്നെ മനസ്സിലായി രാമായണ മാസം കർക്കിടകം. ഇവിടുത്തെ സത്യം നമുക്കറിയാലോ. കർക്കിടകം 31-ാം തീയതി ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാന്ഡം സമാപ്തം എന്ന് പറഞ്ഞ പൂട്ടിയാ പിന്നെ അടുത്ത 11 മാസം ഒരു അക്ഷരം വായിക്കാത്ത ടീമായത് ഈ വായിക്കുന്നവർ. അതുമാത്രമല്ല, അമ്പലങ്ങളിൽ രാമായണ പാരായണം നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കമ്മിറ്റി പ്രസിഡന്റ് പോലും കേൾക്കൂല. ഇതാര് കേൾക്കാനാ? മൈക്കിൻ്റെ കോളാമ്പി നേരെ ദൈവത്തിനെ കൊള്ളേ. ദൈവം ഇത് കേട്ടിട്ട് നന്നാവാൻ, ദൈവത്തെ കേൾപ്പിക്കാനാണ്, ദൈവത്തെ കേൾപ്പിക്കാനാണ്. ഒരാളുടെ പേര് ഒരാളുടെ മുഖത്ത് നോക്കി 1000 തവണ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞാൽ അയാൾക്ക് ഭ്രാന്തളയിപ്പോയില്ലേ? ദൈവത്തിന് ഇങ്ങനെ 1000കണക്കിന് തവണ പേര് പറഞ്ഞാൽ ദൈവത്തിന് സന്തോഷമാകുന്ന ഏതെങ്കിലും ദൈവം വീടിയും പറഞ്ഞോ? തെറ്റിദ്ധരിപ്പിച്ചതല്ലേ? ഒരാളെ വിളിച്ചാൽ എന്താ കാര്യം പറയണ്ടേ? ഒരാളെ വിളിച്ച് സുമൻ ചേട്ടാന്ന് ഞാൻ വിളിക്കുന്നു. സുമൻ ചേട്ടാ എന്തോ? ഒന്നുമില്ല. അങ്ങനെ വിളിക്കാവൂ? പറ്റിക്കലല്ലേ? ദൈവത്തെ ഇങ്ങനെ വിളിക്കുക? ഒന്നുമില്ല, വെറുതെ വിളിക്കുക. ഇതൊക്കെ ഒരു യുക്തിയില്ലാത്ത സംവിധാനമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നിരീശ്വരവാദത്തിന്റെ യുക്തിബോധമല്ല ഞാൻ പറയുന്നത്, സാമാന്യ യുക്തിബോധത്തിന് നിരക്കാത്തതാണ്. ഇത്രയും ആളുകൾ ഈ 6,80,000 അമ്പലങ്ങളിലും ഇത്രയും പള്ളികളിലും നടക്കുന്ന പ്രക്രിയ മുഴുവൻ മനുഷ്യന്റെ അധ്വാനവും അവന്റെ സമയവും ചെലവഴിക്കുന്നതാണ്. ഈ സമയം നഷ്ടപ്പെടുത്തുന്നതാണ് ഈ ഭൂമിയുടെ ഭൂമി സ്വർഗമാകുന്നതിന് തടസ്സം നിൽക്കുന്നത് ആരാ? മതങ്ങളും വിശ്വാസമാണ്. ഭൂമി സ്വർഗമാകുന്നതിന് തടസ്സം. കാരണം ഇവിടെ സ്വർഗമായാൽ പിന്നെ അങ്ങ് വില കുറഞ്ഞു പോവല്ലോ. കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്കെന്തു മൂല്യം? നമ്മുടെ ഭാജനം എന്നും നിറഞ്ഞാൽ നാരായണൻ എന്തിന് അമ്പലങ്ങൾ എന്നൊരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ചുംബനപ്പൂ കൊണ്ട് മൂടി എന്ന് പറയുന്ന ശ്രീകുമാരൻ തമ്പി എഴുതിയ ഒരു പാട്ടുണ്ട്, ബന്ധുക്കൾ ശത്രുക്കൾ സിനിമയിൽ. ഈ ഭൂമി ഒരിക്കലും സ്വർഗമാകരുത്. സ്വർഗമായാൽ പിന്നെ ദൈവത്തെ ആരും വിളിക്കില്ല. അതുകൊണ്ട് സ്വർഗമാകാതിരിക്കുന്നത് ഈ മനുഷ്യന്റെ അധ്വാനവും ബുദ്ധിയും പൂർണ്ണമായി ഇല്ലാത്ത, അജ്ഞാതമായ ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി. ദൈവത്തിൽ വിശ്വാസം എന്ന് പറയുന്ന പുറത്താണോ ദൈവം? പുറത്തെവിടെയോ ഇരിക്കുന്ന ദൈവത്തെ അന്വേഷിച്ചിട്ടാണ് വെറുതെ സമയം കളയുന്നത്. അകത്തുള്ള ദൈവത്തെയാണ് എല്ലാ പ്രവാചകന്മാരും എല്ലാ ഉപനിഷത്തുകളും പറഞ്ഞത്. ആ അകത്തുള്ള ദൈവത്തെ ആർക്കും വേണ്ട. വേണോ? നമ്മുടെ ഉള്ളിൽ മനസാക്ഷി എന്ന് പറഞ്ഞ ഒരാളില്ലേ, അതാണ് ദൈവം. പക്ഷെ അതിനെ ഉപേക്ഷിച്ച് പുറത്തു പോയിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ എളുപ്പത്തിൽ പൈസയും കിട്ടും, വോട്ടും കിട്ടും. ഇപ്പോൾ റിട്ടയർഡായ ആളുകൾ കണ്ടിട്ടുണ്ടോ? സർക്കാർ സർവീസിൽ നിന്ന് തിരിഞ്ഞാൽ വേഗം അമ്പല കമ്മിറ്റിക്ക് ചേർത്ത് പേരുക. കാരണം അവിടെ ആകുമ്പോൾ ഒരു ടെൻഷനില്ല. ജാഥക്ക് പോണ്ട, സമരത്തിന് പോണ്ട, ഫണ്ട് പിരിക്കണ്ട, എല്ലാം ഇങ്ങോട്ട് കൊണ്ടുതരൂ. ഒറ്റ യോഗ്യതയെ വേണ്ടൂ, നല്ലൊരു വലിയ കുംഭക്കോടൽ.